തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണ പ്രതിസന്ധി മൂലം വീണ്ടും ശസ്ത്രക്രിയകൾ നിർത്തിവച്ചു. യൂറോളജി വിഭാഗത്തിലാണ് പ്രതിസന്ധി. വൃക്കയിലെ കല്ല് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയാ ഉപകരണമില്ല. ഉപകരണം ഇന്നെത്തിക്കാൻ കഴിയുമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, ഈ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം മുമ്പ് ഇത്തരത്തിൽ വീണ്ടും ഉപകരണക്ഷാമത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണല്ലോ ഇപ്പോൾ അധികൃതർ ഈ കമ്പനികളുമായൊക്കെ സംസാരിച്ച് ഈ ഉപകരണങ്ങൾ എത്തിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പിന്നെ എന്താണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊരു പ്രതിസന്ധി? അമൃത, ഈ പറയുന്ന അടുത്ത കാലത്തായിട്ട് ആരോഗ്യവകുപ്പിനും പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അത്ര നല്ല കാലമല്ല എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് സമൂഹ മാധ്യമത്തിലൂടെ തുറന്നു പറയുകയും പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹം വികാരാധീനനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തത് അത് സർക്കാരിനെയും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിനെയും വലിയൊരു പ്രതിരോധത്തിലേക്ക് കൊണ്ടെത്തിച്ചതാണ്. അതിന്റെ അലയൊലികൾ ഇപ്പോൾ പോലും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം മേധാവി ഉപകരണങ്ങളുടെ കാര്യത്തിനകത്ത് ഷോർട്ടേജ് ഉണ്ട്, അത് ഉപകരണങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ ദിവസമാണ് 2023 ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ ESWL എന്ന് പറയുന്ന മൂത്രാശയ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ചോദിച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് 2 കോടി വിലയുള്ള ഉപകരണം വാങ്ങാനായിട്ട് 2 വർഷത്തിന് ശേഷം HDS മുഖേന ആരോഗ്യവകുപ്പ് അനുമതി കൊടുക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ യൂറോളജി വകുപ്പിൽ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നേതൃത്വം നൽകുന്ന യൂറോളജി വകുപ്പിൽ തന്നെ ഉപകരണമില്ലാതെ ഒരു ശസ്ത്രക്രിയ മുടങ്ങിയത്. ഇന്നലെ ആ ശസ്ത്രക്രിയ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ പറയുന്ന പോലെ RIRS എന്ന് പറയുന്ന വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് RIRS ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം. ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 56,000 രൂപയാണ്. ഈ 56,000 രൂപ വിലയുള്ള ഈ ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടത്താൻ കഴിയുക. പക്ഷേ ഇത് പലപ്പോഴായിട്ട് ഈ ഉപകരണത്തിന്റെയൊക്കെ ഗുണമേന്മ അനുസരിച്ചുകൊണ്ട് 10ഉം 14 വരെ ശസ്ത്രക്രിയകൾ നടത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഉപകരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഒരു ശസ്ത്രക്രിയ മാറ്റിവെച്ചത്. ഇന്നിപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ശസ്ത്രക്രിയകൾ പോലും ഈ ഉപകരണങ്ങൾ എത്തിച്ചിട്ടില്ല എങ്കിൽ അതും നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ചെന്നൈയിലുള്ള കമ്പനിക്ക് പർച്ചേസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായെന്നാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും DMEയും അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് ഉപകരണം എത്തിച്ചാൽ ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കും. പക്ഷേ എത്തിച്ചില്ല എങ്കിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ രോഗികളിൽ നിന്ന് പണം ഈടാക്കിയാണ് ഉപകരണങ്ങൾ വാങ്ങി ശസ്ത്രക്രിയ നടത്തിയത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയതാണ്. അങ്ങനെ ഒരു തരത്തിലും അത് പാടില്ല എന്ന് ആരോഗ്യമന്ത്രി നിയമസഭയ്ക്കകത്തും അതിനുശേഷവും ഒക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയും ചെയ്തതാണ്. എന്തായാലും രോഗികളിൽ നിന്ന് അല്ലെങ്കിൽ രോഗികൾ പണം നൽകുന്നില്ല, രോഗികളിൽ നിന്ന് പണം വാങ്ങുന്നുമില്ല. അങ്ങനെ ഉപകരണങ്ങൾ എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് ഇപ്പോൾ യൂറോളജി വകുപ്പിൽ ശസ്ത്രക്രിയകൾ മുടങ്ങിയത് എന്നുള്ള ഒരു പ്രചരണം കൂടി പുറത്തു നടക്കുന്നുണ്ട്. എന്തായാലും മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യമന്ത്രിയും എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ ഉപകരണങ്ങൾ എത്തിച്ചെങ്കിൽ മാത്രമേ യൂറോളജി വകുപ്പിൽ മുടങ്ങിയ ശസ്ത്രക്രിയയും ഇനി നടക്കാൻ പോകുന്ന ശസ്ത്രക്രിയകളും കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. ഒരു ഉപകരണത്തിന് 56,000 രൂപയാണ് വില. അത് RIRS എന്ന് പറയുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന് പറയുന്ന വൃക്കയിലെ കല്ല് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അത് എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ ശസ്ത്രക്രിയകൾ മുടക്കമില്ലാതെ നടക്കും. അമൃത.